എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒന്ന് പറയണമെന്ന് തോന്നിയിട്ട് ഒന്നും പറയാതെ നിശബ്ദരായി ഇരുന്നിട്ടുണ്ടോ? എന്താണ് പറയേണ്ടതെന്ന് അറിയാത്തതുകൊണ്ടല്ല, മറിച്ച് മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്തു വിചാരിക്കുമെന്ന് ചിന്തിച്ച്. അതുമല്ലെങ്കിൽ എപ്പോഴെങ്കിലും വളരെ പ്രയാസപ്പെട്ട് ധൈര്യം സംഭരിച്ച് നിങ്ങളുടെ ഉള്ളിലെ വികാരങ്ങൾ തുറന്നു പറഞ്ഞു കാണും, വളരെ മര്യാദയോടെ, സത്യസന്ധമായി. പക്ഷേ വീട്ടിലെത്തി കഴിഞ്ഞിട്ടും നിങ്ങളുടെ മനസ്സ് ആലോചനയിലായിരിക്കും. ഞാൻ പറഞ്ഞത് കുറച്ച് കൂടിപ്പോയോ? ഞാനത് പറയേണ്ടിയിരുന്നില്ല. അവരെന്നെ തെറ്റിദ്ധരിക്കുമോ? ഞാൻ സ്വാർത്ഥനാണെന്ന് അവർ കരുതുമോ? പറഞ്ഞ കാര്യം തന്നെ മനസ്സിലിട്ട് വീണ്ടും വീണ്ടും ആലോചിക്കുന്നു. ഇവ നിങ്ങൾക്ക് പരിചിതമാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. കാരണം ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ വികാരങ്ങൾ പുറത്തു പറയാൻ ഇത്ര ബുദ്ധിമുട്ട്, എന്തുകൊണ്ടാണ് മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെ ഓർത്ത് നമ്മൾ എപ്പോഴും ഭയപ്പെടുന്നത്. എല്ലാറ്റിനുമുപരി കുറ്റബോധമില്ലാതെ എങ്ങനെ ആത്മവിശ്വാസത്തോടെ കാര്യങ്ങൾ തുറന്നു പറയാൻ കഴിയും. ഒരു കാര്യം കൂടി, മറ്റാർക്കും ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകരുത് എന്ന് കരുതി നമ്മൾ സ്വന്തം വികാരങ്ങളെ ശ്രദ്ധിക്കുന്നത് പതുക്കെ അവസാനിപ്പിക്കും. വർഷങ്ങളോളം ഇത് തുടരുമ്പോൾ എന്റെ വികാരങ്ങൾക്ക് ഒരു പ്രാധാന്യവുമില്ല എന്ന് നമ്മൾ സ്വയം വിശ്വസിക്കാൻ തുടങ്ങും. ഇത് ശരിയാണോ? നമുക്ക് പരിശോധിക്കാം. രണ്ട് സുഹൃത്തുക്കളെ സങ്കല്പിക്കുക. നടന്നൊരു സംഭവത്തിൽ രണ്ടുപേരുടെയും മനസ്സ് മുറിപ്പെട്ടിട്ടുണ്ട്. ഒരാൾ വളരെ ശാന്തനായി പറയുന്നു, ഇന്നലെ നീ അത് പറഞ്ഞപ്പോൾ എനിക്ക് വിഷമമായി. മറ്റേയാൾക്കും ഇതേ വേദനാജനകമായ അനുഭവം തന്നെയാണ് ഉണ്ടായത്. പക്ഷേ അയാളൊന്നും പറയുന്നില്ല. അയാൾ വെറുതെ പുഞ്ചിരിക്കുന്നു, എല്ലാം ശരിയാണെന്ന് നടിക്കുന്നു. വീട്ടിൽ പോകുന്നു. രാത്രി മുഴുവൻ അതിനെക്കുറിച്ച് ചിന്തിച്ചു കൂട്ടുന്നു. ദിവസങ്ങൾ കടന്നുപോയി. ആ വാക്കുകൾ പുറത്തേക്ക് വന്നതേയില്ല. പക്ഷേ മനസ്സിനുള്ളിൽ ആ സംഭാഷണം ഇതുവരെ അവസാനിച്ചിട്ടുമില്ല. എന്തുകൊണ്ടാണ് ഒരാൾക്ക് സ്വന്തം വികാരങ്ങൾ എളുപ്പത്തിൽ പ്രകടിപ്പിക്കാൻ കഴിയുന്നതും അതേസമയം മറ്റൊരാൾ എല്ലാം ഉള്ളിലൊതുക്കുന്നതും? ഇത് കേവലം ആത്മവിശ്വാസത്തിന്റെ പ്രശ്നമാണോ? നമുക്ക് നോക്കാം. ചില ആളുകൾ ജന്മന ധൈര്യമുള്ളവരാണെന്നും മറ്റു ചിലർ ഭീരുക്കളാണെന്നും ഉള്ളതല്ല ഇതിന്റെ ഉത്തരം. പലപ്പോഴും സ്വയം പ്രകടിപ്പിക്കാനുള്ള നമ്മുടെ മടി വർഷങ്ങൾ കൊണ്ട് രൂപപ്പെടുന്നതാണ്. നമ്മുടെ അനുഭവങ്ങളിലൂടെ, ബന്ധങ്ങളിലൂടെ, നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ മനസ്സ് പഠിച്ചെടുക്കുന്ന രീതികളിലൂടെ. അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. വികാരങ്ങൾ പ്രകടിപ്പിക്കാൻ ഇത്രയും ബുദ്ധിമുട്ട് നമുക്ക് എന്തുകൊണ്ട് അനുഭവപ്പെടുന്നു? ഞാൻ നാണക്കാരനായതുകൊണ്ടാണ് കാര്യങ്ങൾ തുറന്നു പറയാത്തത് എന്ന് പലരും വിചാരിക്കുന്നു. പക്ഷെ സൈക്കോളജിയിൽ പറയുന്നത് അങ്ങനെയല്ല. അതൊരു ചെറിയ കാരണം മാത്രമാണ്. മിക്കപ്പോഴും പറയാനൊന്നുമില്ലാത്തത് കൊണ്ടല്ല നമ്മൾ മിണ്ടാണ്ടിരിക്കുന്നത്. കാര്യങ്ങൾ തുറന്നു പറയുന്നത് സുരക്ഷിതമല്ല എന്ന് നമ്മുടെ മനസ്സ് പഠിച്ചതുകൊണ്ടാണ്. ഇതൊന്ന് ചിന്തിച്ചു നോക്കാം. ഒരാൾ ചെറുപ്പത്തിൽ വളർന്നു വരുമ്പോൾ തർക്കിക്കരുത്, കരച്ചിൽ നിർത്ത്, നീ ഒരു തൊട്ടാവാടിയാണ്, അഡ്ജസ്റ്റ് ചെയ്യാൻ പഠിക്ക്, നല്ല കുട്ടികൾ പരാതി പറയില്ല എന്നെല്ലാമാണ് സ്ഥിരമായി കേൾക്കുന്നതെങ്കിൽ ആ കുട്ടിയുടെ മനസ്സ് വളരെ ശക്തമായ ഒരു കാര്യം പഠിച്ചെടുക്കും. മനസ്സിലുള്ളത് പറയുന്നതിനേക്കാൾ മിണ്ടാണ്ടിരിക്കുന്നതാണ് സുരക്ഷിതം. ഇത് കുട്ടിക്കാലത്ത് മാത്രം സംഭവിക്കുന്ന ഒന്നല്ല. സൗഹൃദങ്ങളിൽ, ബന്ധങ്ങളിൽ, പഠിക്കുന്ന സ്ഥലത്ത് അല്ലെങ്കിൽ ജോലി സ്ഥലത്തുണ്ടാകുന്ന അനുഭവങ്ങളും ഇതിന് കാരണമാകാം. മറുവശത്ത് നമ്മുടെ വ്യക്തിത്വത്തിന് ഇതിൽ പങ്കുണ്ട്. ചില ആളുകൾ വൈകാരികമായി കൂടുതൽ സെൻസിറ്റീവ് ആയിരിക്കും. ചിലർ കൂടുതൽ ജാഗ്രതയുള്ളവരായിരിക്കും. ചിലർ കൂടുതൽ സഹതാപമുള്ളവരായിരിക്കും. ഇതൊക്കെയും നമ്മൾ കാര്യങ്ങൾ തുറന്നു പറയുന്നതിനെ സ്വാധീനിക്കും. അതുകൊണ്ട് ഇതിന് ഒരൊറ്റ കാരണമല്ല ഉള്ളത്. നമ്മുടെ ജീവിതാനുഭവങ്ങളും വ്യക്തിത്വവും സാഹചര്യങ്ങളും എല്ലാം ചേർന്നതാണ് ഇത്. ഇതൊന്ന് ആലോചിച്ചു നോക്കാം. നിങ്ങളൊരു മീറ്റിംഗിലാണ്. നിങ്ങളുടെ കയ്യിൽ നല്ലൊരു ആശയമുണ്ട്. അത് ഉപയോഗപ്രദമാകുമെന്നും നിങ്ങൾക്കറിയാം. അത് പറയാൻ നിങ്ങൾ തീരുമാനിക്കുന്നു. പക്ഷെ സംസാരിക്കുന്നതിന് തൊട്ടു മുൻപ് മനസ്സിൽ ചിന്തകൾ ഉയർന്നു വരാൻ തുടങ്ങുന്നു. എല്ലാവരും ഇതൊരു മണ്ടൻ ആശയമാണെന്ന് കരുതുമോ? അവർ ചിരിക്കുമോ? എനിക്ക് കാര്യങ്ങൾ വ്യക്തമായി പറയാൻ പറ്റിയില്ലെങ്കിലോ? അങ്ങനെ മറ്റാരെങ്കിലും ഒരു വാക്ക് പറയുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ നിങ്ങളെ തന്നെ വിലയിരുത്തി കഴിഞ്ഞു. അങ്ങനെ അവസാനം നിങ്ങൾ സംസാരിക്കാതെ മിണ്ടാതിരിക്കുന്നു. പിന്നീട് മറ്റൊരാൾ അതേ ആശയം അവിടെ പങ്കുവെക്കുന്നു. എല്ലാവരും അതിനെ അഭിനന്ദിക്കുന്നു. വീട്ടിലേക്ക് തിരികെ പോകുമ്പോൾ ഞാനത് പറയേണ്ടതായിരുന്നു എന്ന് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ നിങ്ങൾക്കും ഉണ്ടായിട്ടുണ്ടോ? എന്നാൽ
ഇതിനേക്കാൾ രസകരമായ മറ്റൊരു കാര്യമുണ്ട്. ചിലപ്പോൾ നിങ്ങൾ കാര്യങ്ങൾ തുറന്നു പറഞ്ഞുവെന്ന് കരുതുക, വളരെ മര്യാദയോടെ, ഭംഗിയായി. പക്ഷേ അവിടെയും നിങ്ങളുടെ മനസ്സ് നിൽക്കില്ല. ഞാനത് പറയേണ്ടിയിരുന്നില്ല, ഞാൻ പറഞ്ഞത് അഹങ്കാരമായി തോന്നിക്കാണുമോ? വീണ്ടും ചിന്തകൾ അങ്ങനെ വന്നുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? അതിനൊരു കാരണം നമ്മുടെ മനസ്സ് ബന്ധങ്ങളെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു എന്നതാണ്. മറ്റുള്ളവരുമായി നല്ല ബന്ധം നിലനിർത്താൻ മനുഷ്യർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് മനസ്സ് എപ്പോഴും പരിശോധിക്കും, ഈ ബന്ധത്തിന് കേടുപാടുകൾ വരുത്തുന്ന എന്തെങ്കിലും ഞാൻ ചെയ്തോ? ആ കരുതൽ നല്ലതാണെങ്കിലും ചിലപ്പോൾ അത് അമിതമാകും. അത് നമ്മളെ അനാവശ്യമായ ചിന്തകളിൽ തളച്ചിടും. ഇതിനെ വിശദീകരിക്കുന്ന ഒരു സൈക്കോളജിക്കൽ കോൺസെപ്റ്റാണ് സ്പോട്ട്ലൈറ്റ് ഇഫക്റ്റ്. അതായത് മറ്റുള്ളവർ നമ്മളെ എത്രത്തോളം ശ്രദ്ധിക്കുന്നു അല്ലെങ്കിൽ വിലയിരുത്തുന്നു എന്നതിനെക്കുറിച്ച് നമ്മൾ അമിതമായി ചിന്തിക്കുന്നത്. ഉദാഹരണമായി, ഷർട്ടിൽ ഒരു ചെറിയ കറ പറ്റിയാൽ എല്ലാവരും ആ കറ തന്നെയാണ് കാണുന്നതെന്ന് നിങ്ങൾക്ക് തോന്നും. പക്ഷെ സത്യത്തിൽ പലരും അവരവരുടെ ജോലികളിലോ ആശങ്കകളിലോ മുഴുകിയാണ് മിക്കവാറും സമയം ഇരിക്കുന്നത്. നമ്മൾ വികാരങ്ങൾ പങ്കുവച്ച ശേഷവും ഇതുതന്നെ സംഭവിക്കുന്നു. നമ്മൾ പറഞ്ഞ ഓരോ വാക്കും മറ്റുള്ളവർ വിശകലനം ചെയ്യുകയാണെന്ന് നമ്മൾ കരുതുന്നു. പക്ഷെ മിക്കപ്പോഴും ആളുകൾ അത് പെട്ടെന്ന് മറന്ന് മുന്നോട്ടു പോകുന്നു. സത്യത്തിൽ നമ്മുടെ മനസ്സാണ് നമ്മുടെ മേൽ ഈ സ്പോട്ട്ലൈറ്റ് തെളിയിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വെളിച്ചം നമ്മൾ ഉദ്ദേശിച്ച പോലെ തെളിച്ചമുള്ളതായിരിക്കില്ല. ഇതൊക്കെ മനസ്സിലാക്കിയാലും ഒരു പ്രധാന ചോദ്യം ബാക്കിയുണ്ട്. വികാരങ്ങൾ ആത്മവിശ്വാസത്തോടെ പ്രകടിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കുറ്റബോധമില്ലാതെ എങ്ങനെ സംസാരിക്കാം? നമ്മുടെ വാക്കിനും വിലയുണ്ടെന്ന് എങ്ങനെ വിശ്വസിക്കാം? അതിന് ആദ്യത്തെ പടി ഒരു ചിന്താഗതി മാറ്റുക എന്നതാണ്. പലരും അറിയാതെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു ചിന്ത, എൻ്റെ വികാരങ്ങളെക്കാൾ പ്രധാനം മറ്റുള്ളവരുടെ വികാരങ്ങൾക്കാണ് എന്നതാണ്. മറ്റൊരാൾക്ക് സങ്കടം വരുമ്പോൾ നിങ്ങൾ ഉടൻ തന്നെ അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു, ആശ്വസിപ്പിക്കുന്നു. പക്ഷേ നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ എന്താണ് ചെയ്യാറുള്ളത്? സാരമില്ല, ഞാൻ സഹിച്ചോളാം, ഞാൻ വെറുതെ അനാവശ്യമായി ചിന്തിക്കുന്നതായിരിക്കും, പറഞ്ഞിട്ട് കാര്യമില്ല, വിട്ടുകളയാം എന്നെല്ലാം ചിന്തിക്കും. അങ്ങനെ പതുക്കെ നിങ്ങളുടെ വികാരങ്ങൾക്ക് നിങ്ങൾ തന്നെ പ്രാധാന്യം നൽകാതാകുന്നു. പക്ഷേ ഈ ഒരു കാര്യം ഓർത്തിരിക്കേണ്ടതുണ്ട്. ആരോഗ്യമുള്ള ആശയവിനിമയം എന്നാൽ നിങ്ങൾ പറയുന്നത് തന്നെയാണ് ശരിയെന്ന് സ്ഥാപിക്കലല്ല. അത് മറ്റുള്ളവരെ ബഹുമാനിക്കുന്നതോടൊപ്പം സ്വന്തം വികാരങ്ങളെയും മര്യാദയോടെ തുറന്നു പറയലാണ്. നിങ്ങളുടെ വികാരങ്ങൾ മറ്റുള്ളവരുടേതിനേക്കാൾ വലുതല്ല, എന്നാൽ അത് മറ്റുള്ളവരുടേതിനേക്കാൾ ചെറുതുമല്ല. നിങ്ങളുടെ വികാരങ്ങൾക്ക് മൂല്യമുണ്ട്, നിങ്ങളുടെ ശബ്ദത്തിനും പ്രാധാന്യമുണ്ട്. വികാരങ്ങൾ പ്രകടിപ്പിക്കുന്നതും മറ്റൊരാളെ കുറ്റപ്പെടുത്തുന്നതും രണ്ടാണ്. ഉദാഹരണമായി, നീ എന്നെ ഒട്ടും ഗൗനിക്കാറില്ല എന്ന് പറയുന്നതിനു പകരം അങ്ങനെ സംഭവിച്ചപ്പോൾ എനിക്ക് വിഷമമായി എന്ന് പറയാം. ആദ്യത്തേത് ആ വ്യക്തിയെ ആക്രമിക്കുകയാണ്, രണ്ടാമത്തേത് നിങ്ങളുടെ അനുഭവം വ്യക്തമാക്കുകയാണ്. നമ്മൾ കുറ്റപ്പെടുത്താതെ വികാരങ്ങൾ വിവരിക്കുമ്പോൾ ആളുകൾ അത് കേൾക്കാൻ കൂടുതൽ തയ്യാറാകും. എല്ലാവരും നിങ്ങളോട് യോജിക്കണമെന്നില്ല, അത് സ്വാഭാവികമാണ്. ആത്മവിശ്വാസം എന്നാൽ എല്ലാവരെയും കൊണ്ട് ശരിയെന്ന് പറയിക്കലല്ല. എല്ലാവരും യോജിച്ചില്ലെങ്കിലും സ്വന്തം അഭിപ്രായം മര്യാദയോടെ പറയാനുള്ള ധൈര്യമാണ്. ഇന്നു മുതൽ നിങ്ങൾക്കും ചെയ്തു തുടങ്ങാവുന്ന 3 ലളിതമായ ശീലങ്ങൾ ഇനി ചേർക്കുന്നു. 1. കാര്യങ്ങൾ തുറന്നു പറയുന്നതിന് മുൻപ് ഒരു നിമിഷം നിശബ്ദനായി സ്വയം ഓർമ്മിപ്പിക്കുക, എൻ്റെ വികാരങ്ങളും ബഹുമാനത്തോടെ കേൾക്കപ്പെടേണ്ടവയാണ്. 2. ക്ഷമാപണത്തോടെ കാര്യങ്ങൾ പറയാതിരിക്കുക. പലരും സംഭാഷണം തുടങ്ങുന്നത് തന്നെ ഇങ്ങനെയാണ്: സോറി, ഇതൊരു മണ്ടത്തരമായി തോന്നുമായിരിക്കാം, ഞാനിത് പറയണമോ എന്നറിയില്ല, ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കും. ഇങ്ങനെ സംസാരിക്കുന്നതിന് മുൻപ് തന്നെ നിങ്ങൾ നിങ്ങളെ നിസ്സാരരാക്കുകയാണ്. പകരം ഇങ്ങനെ പറഞ്ഞു നോക്കാം: എനിക്ക് തോന്നിയ ഒരു കാര്യം പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ എൻ്റെ മനസ്സിലുള്ള ഒരു കാര്യം പറയട്ടെ എന്ന പോലെ. ഇവ ആത്മവിശ്വാസം നൽകുന്നതാണ്. 3. സംഭാഷണം കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാതിരിക്കുക. പകരം ഒരൊറ്റ ചോദ്യം മാത്രം സ്വയം ചോദിക്കുക: ഞാൻ സത്യസന്ധമായും മര്യാദയോടെയുമാണോ കാര്യങ്ങൾ പറഞ്ഞത്? ഉത്തരം അതെ എന്നാണെങ്കിൽ ചിന്തകൾ അവിടെ അവസാനിപ്പിക്കുക. മറ്റുള്ളവരുടെ മനസ്സിലുള്ളത് നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, അതിന് നമ്മൾ ബാധ്യസ്ഥരുമല്ല. കുറ്റബോധമില്ലാതെ സ്വന്തം ചിന്തകൾ വ്യക്തമായി പറയാനുള്ള ആത്മവിശ്വാസം ജനിക്കുമ്പോഴേ കിട്ടുന്ന ഒന്നല്ല, അത് പരിശീലനത്തിലൂടെ നേടിയെടുക്കുന്നതാണ്.
ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുന്നതിന് മുൻപ് ഈ ഒരു സത്യം ഓർക്കാം. മിണ്ടാതിരിക്കുന്നത് ബന്ധങ്ങളെ സുരക്ഷിതമാക്കും എന്ന് കരുതുന്നവരാണ് പലരും. പക്ഷേ നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നത് വിട്ടുവീഴ്ചകൾ കൊണ്ട് മാത്രമല്ല, സത്യസന്ധവും ബഹുമാനപൂർവമായ ആശയവിനിമയം കൊണ്ടുകൂടിയാണ്. ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കുമ്പോൾ ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ട് കാര്യങ്ങൾ തുറന്നു പറയുമ്പോൾ ഉണ്ടാകുന്ന അസ്വസ്ഥതയേക്കാൾ വലുതായിരിക്കും. മറ്റുള്ളവരുടെ വിലയിരുത്തലുകളോടുള്ള ഭയം റിലീസ് ചെയ്യാനും വൈകാരിക സുരക്ഷിതത്വം അനുഭവപ്പെടുവാനും സ്വന്തം വികാരങ്ങളെ ശാന്തമായും സത്യസന്ധമായും പ്രകടിപ്പിക്കുന്നത് ശക്തിപ്പെടുത്തുവാനുമുള്ള ഒരു മെഡിറ്റേഷനിലൂടെ നിങ്ങളെ ഞാൻ ഗൈഡ് ചെയ്യുന്നതാണ്. നിങ്ങളും ഈ മെഡിറ്റേഷനിൽ പങ്കുചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. നന്ദി.